ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എല്ലാത്തിനും ഒരു പരിധി വേണം. അത് വിട്ട് ആരും പെരുമാറരുത്. പ്രത്യേകിച്ച് അഞ്ജിതയോട് ഞാൻ പറയാം, ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണം. അച്ഛൻ എന്തോ ഒരു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അച്ഛൻ്റെത് വളരെ നല്ല ക്രിമിനൽ ബുദ്ധിയാ. എത്ര ഭംഗിയായിട്ട് അച്ഛനത് നടപ്പിലാക്കിയത്. അല്ല, ഈ പെൻഡ്രൈവ് വളരെ വിദഗ്ധമായി ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ആരും അറിയാതെ ഇത് നശിപ്പിക്കാൻ മാത്രം ഈ പെൻഡ്രൈവിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇതിനുവേണ്ടി ഇത്ര റിസ്ക് എടുത്തതിനാ? എന്ത് രഹസ്യം ഇതിനകത്തുള്ളത്? നീ ഒന്ന് ഒച്ച താഴ്ത്ത. നീ ഈ പറയുന്നത് ഇവിടെയുള്ളവർ ആരെങ്കിലും കേട്ടാൽ ആകെ കുഴപ്പമാവും. എന്ത് കുഴപ്പം? എന്താ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒളിപ്പിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെനിക്കറിയണം. പറയാം, എല്ലാം തുറന്നു പറയാം. നീ ഞങ്ങളുടെ മകനല്ലേ? നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണ് ഒളിപ്പിക്കാനുള്ളത്? അല്ലെങ്കിലും ഇതെല്ലാം നീ അറിയേണ്ടത് തന്നെയാ മോനെ. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല. എല്ലാം നിനക്ക് വേണ്ടിയാ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. നിനക്കറിയാലോ, നിന്റെ അച്ഛൻ ഇവിടെ എന്ത് സ്ഥാനാ ഉള്ളത്? വീട്ടിലും അച്ഛൻ അർഹിക്കുന്ന സ്ഥാനമില്ല, ഓഫീസിലും ഇല്ല. ഇവിടെയുള്ള എല്ലാ അവകാശവും അധികാരം മഹിയേട്ടനും ജാനകിയേട്ടത്തിക്കും അവരുടെ മക്കൾക്കും മരുമക്കൾക്കും മാത്രമാണ്. നിന്നെ, നിന്റെ അച്ഛനെ, എന്നെയൊക്കെ ഇവിടെ വെറും രണ്ടാം തരക്കാരായിട്ടാ കാണുന്നത്. പിന്നെ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ സത്യത്തിൽ നിനക്കിവിടെ ഒരു രണ്ടാം തരക്കാരന്റെ സ്ഥാനം പോലും ഇല്ല. ഉണ്ടോ? നീ തന്നെ ഒന്ന് ചിന്തിക്കേ. സിദ്ധുവിനും ഋഷിക്കും മാത്രമാണ് ഇവിടെ പരിഗണന. നീ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വെറുതെ കൂടെ നടക്കുന്നു. ഇങ്ങനെ നടന്നാ ഒടുവിൽ നീ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. നിന്നെ എല്ലാവരും ചേർന്ന് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നീ ഞങ്ങളെ മനസ്സിലാക്കണം. നീ ഞങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നീ ഈ വീട്ടിൽ ഒറ്റപ്പെടും. ആരാരും ഇല്ലാത്ത അവസ്ഥയിൽ നീ ഇവിടെ തനിച്ചാവും. നിന്നെ ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് ഒതുക്കി നിർത്തും. നീ അത് ഓർത്തോ. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മോനുണ്ടാൻ പാടില്ല. അതുകൊണ്ടാ അച്ഛനും അമ്മയും ഈ റിസ്ക് എടുക്കുന്നത്. എന്റെ ചേട്ടനും അമ്മയെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാ. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാ ജോലികളും ഞാൻ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാ ഇന്നെനിക്ക് ഗതിയുണ്ടായത്. നാളെ അത് നിനക്കുണ്ടാവരുത്. പൊന്നാരം തോട്ടത്താരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അർഹമായ സ്ഥാനം എന്ന് നിനക്കുണ്ടാവണം. ആ സ്ഥാനം നിനക്ക് നേടിത്തരാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഈ പെൻഡ്രൈവ് ഞാൻ ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തതും നിനക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഞാനിത് പരിശോധിച്ചു. നമുക്ക് സഹായകമായ തരത്തിൽ ഒന്നും തന്നെ ഈ പെൻഡ്രൈവിൽ ഇല്ല. അതുകൊണ്ടാ ഇത് നശിപ്പിക്കാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ഇത് നശിപ്പിച്ചേക്ക.
മുത്തശ്ശിക്ക് സൂപ്പ് വേണം. അത് നീ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞതാ. നിനക്കതിൽ സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ അത് നേരിട്ട് വന്ന് മുത്തശ്ശിയോട് ചോദിക്ക്. അപ്പൊ സത്യം അറിയാലോ. എടി, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല കേട്ടോ. മുത്തശ്ശിയുടെ വാക്കുകൾ നീ ധിക്കരിക്കുവാണോ? മുത്തശ്ശിയോട് ഞാനിത് പറഞ്ഞു കൊടുക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം, ചെയ്യാം. പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത് നീ. നിന്റെ ഭീഷണി കേട്ടൊന്നും ഗോപിക പേടിക്കില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. വന്ന് വന്ന് മുത്തശ്ശിയോട് നിനക്ക് ബഹുമാനം. എന്താ ആന്റി? എന്താ അഞ്ജിതേ, അകത്തെന്തായിരുന്നു ഒരു ബഹളം? അത് പിന്നെ ആന്റി, മുത്തശ്ശിക്ക് ഒരു സൂപ്പ് വേണമെന്ന് പറഞ്ഞു. അത് ഗോപിക തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നും മുത്തശ്ശി പറഞ്ഞു. ഞാനത് ഗോപികയോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ഗോപികയ്ക്ക് ഒരു സംശയം, ഞാൻ എന്തോ കള്ളം പറയുവാണെന്ന്. മുത്തശ്ശിയുടെ പേരും പറഞ്ഞ് എനിക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിക്കുകയാണ് പോലും. എനിക്കതിന്റെ ആവശ്യമുണ്ടോ? അഞ്ജിതേ, ഞാനിപ്പോ അമ്മയുടെ മുറിന്നാ വരുന്നേ. ഇങ്ങനെ ഒരു ആവശ്യം അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ. ഗോപികയുടെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായെന്ന് അന്വേഷിക്കാൻ അമ്മ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു. അമ്മ അത് ആവശ്യപ്പെട്ടില്ലല്ലോ. അഞ്ജിതേ, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീ തന്നെ ഉണ്ടാക്കിക്കൊള്ളണം. അല്ലാതെ നിനക്ക് വേണ്ടി അടുക്കളപ്പണി എടുക്കാൻ ഗോപിക നിന്റെ ബാല്യക്കാരിയോ അടിമയൊന്നുമല്ല. നിന്നേക്കാളും മുതിർന്നവളാ ഗോപിക. അതിന്റേതായ ബഹുമാനം നീ ഗോപികയ്ക്ക് കൊടുക്കണം. ആന്റി വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് വേണ്ടി അല്ല ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അത് മുത്തശ്ശിക്ക് വേണ്ടി തന്നെയാ. അഞ്ജു, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ മരുമകളായ എന്നോടായിരിക്കും അമ്മ അത് ആദ്യം പറയുക. അതാണ് പതിവ്. തൽക്കാലം ആ പതിവ് തെറ്റിക്കാൻ ആരും നിൽക്കണ്ട. ആരും അതിൽ ഇടപെടണ്ട. ഈ അടുത്തായി നിസാര പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിലെ സമാധാനം ആകെ നശിച്ചിരിക്കുക. എല്ലാത്തിനും ഒരു പരിധി വേണം. അത് വിട്ട് ആരും പെരുമാറരുത്. പ്രത്യേകിച്ച് അഞ്ജിതയോട് ഞാൻ പറയാം, ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണം. ഈ വീട്ടിലെല്ലാവരും എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് അഭിയേട്ടൻ കണ്ടില്ലേ? ഇന്ന് തന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മുത്തശ്ശിക്ക് വേണ്ടി ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഗോപികയോട് പറഞ്ഞു. അവൾ അതിനെ തെറ്റിദ്ധരിച്ച് സംസാരിച്ച് പ്രശ്നം വഷളാക്കി. അതുകൊണ്ടല്ലേ അത് കേട്ടു വന്ന ജാനകി ആന്റി ഒന്നും നോക്കാതെ എന്നെ വഴക്ക് പറഞ്ഞത്. ആന്റിയായിട്ട് എന്നെ വഴക്ക് പറഞ്ഞതല്ല, ഗോപികയായിട്ട് എന്നെ വഴക്ക് കേൾപ്പിച്ചതാ.